سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليم وقد كان بالسم دهر طريق تقال العثار ഒരുപാട് ആളുകൾ ഇവിടെ ദുആ ചെയ്തപ്പോൾ റജബ് മാസത്തിന്റെ ഈ ശഅബാൻ മാസം പിറവെടുക്കുമ്പോഴും ഈ ലോകത്തോട് വിട പറഞ്ഞ എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെല്ലാ ദുആകളിലും ഈ ദുആ നമ്മൾ പതിവാക്കണം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ശഅബാൻ മാസത്തിലും റജബിനെ കുറിച്ച് നമ്മൾ ചോദിക്കണോ? അങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടെ റജബിനെ ഒഴിവാക്കാനല്ല, അല്ലാഹുമ്മ ബാരിക് ലനാ ശഅബാൻ എന്നല്ല. ശഅബാനിന്റെ അവസാന സമയത്ത് പോലും അഥവാ 30 എത്തിയാൽ 30ന്റെ ഒന്നും ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹു ആ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും പെടുത്തി തരട്ടെ. വ ശഅബാൻ ശഹരി, ശഅബാൻ എന്റെ മാസമാണ്. റമളാൻ ശഹ്റു ഉമ്മത്തി, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. റജബ് മാസം അതിന്റെ പവിത്രത, ആ റജബ് മാസത്തിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടവരാണ്. ആ റജബ് മാസം നമ്മൾ വിട പറഞ്ഞപ്പോ നമ്മളിലേക്ക് അതിനേക്കാളും അതാ വളരെ പ്രധാനമുള്ള ഒരു മാസമാണ് ശഅബാൻ മാസം കടന്നു വന്നിട്ടുള്ളത്. ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയത് എന്താണ്? ശഅബാൻ ശഹ്രി, ശഅബാൻ എന്റെ മാസമാണ്. നബിന്റെ മേൽ നോമ്പ് നോൽക്കണമെന്ന് പാചകം കാണില്ല, ഒരു പ്രയോഗമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി ആയത്താണ്, സൂറത്തുൽ അഹ്സാബിലാണ്. ഞാനും എന്റെ മലായികത്തുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. എന്നിട്ടതാ പറയുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ. നമ്മളോടാ പറയുന്നത്, നമ്മളെ വിളിച്ചു പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റമദാന ശഅബാൻ ശഹ്രി, ശഅബാൻ എന്റെ മാസമാണ്. സുബ്ഹാനല്ലാഹ്, അത്രയും പവിത്രമായ ഈ ശഅബാൻ മാസത്തിൽ അൽഹംദുലില്ലാഹ് രണ്ടാമത്തെ രാത്രിയില് നമുക്കതാ ഒരു സാദാത്യങ്ങളുടെ നേതൃത്വത്തിലായി നല്ലൊരു മജ്‌ലിസിൽ നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ കഴിയുന്നു എന്നുള്ളത്, അതും ഒരു ഹബീബിന്റെ അഥവാ പുത്രന്മാരിൽപ്പെട്ട ഒരു സയ്യിദ് ഒരു നേതൃത്വം നൽകുന്ന ഈ മഹത്തായ സദസ്സിൽ നമ്മൾ പങ്കാളികളാകുന്നു എന്നുള്ളത്, നമുക്ക് ഇവിടെ വന്ന് അല്പം സമയം നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത്
കബൂൽ ചെയ്യുമാറാകട്ടെ. ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കുന്നല്ലോ. ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പറയുന്നു, നബിയേ മാഇദത ലഹാ, ഖിയാമത്ത് നാളിന് വേണ്ടി ഞാൻ പ്രത്യേകമായി ഒന്നും തയ്യാർ ചെയ്തിട്ടില്ല നബിയേ. വലാകിൻ ഉഹിബ്ബുല്ലാഹ വറസൂലഹു. സംസ്കാരങ്ങൾ ഇന്നതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പാക്കി അവിടെ കാണിച്ചു തന്നെങ്കിലും ഇന്ന് നമുക്ക് പതിവാക്കാൻ നമുക്ക് സമയം കണ്ടെത്തുന്നില്ല. എത്ര ആളുകൾ നിസ്കരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. സുബ്ഹ് നിസ്കാരം അത് 2 റക്അത്താണ് ഉള്ളത്. പക്ഷേ ആ വളരെ പ്രധാനപ്പെട്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അഥവാ മുഅക്കദായ സുന്നത്ത് നിസ്കാരം, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കാൻ പോലും നമ്മളിൽ സമയം കണ്ടെത്താത്ത എത്ര ആളുകളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സുന്നത്തുകൾ കാണിച്ചു തന്നത്, പ്രയോഗം വെച്ച് പഠിപ്പിച്ചു തന്നത്? ഫർള് നിസ്കാരങ്ങളിലുള്ള വീഴ്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ഫർള് നിസ്കാരങ്ങൾ എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ നിന്റെ ആ സുന്നത്ത് നിസ്കാരം കൊണ്ട്, മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് ആ ഫർള് നിസ്കാരങ്ങൾ പൂർത്തിക്കപ്പെടുകയാണ്, അത് പരിഹരിക്കപ്പെടുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. فسر قلوبنا ذاك اللطاء وحاشا يا رسول الله ترضى وفينا من يعذب أو يساء يا رسول الله إنا نحبك. മജ്‌ലിസിലാണ് നാം ഉള്ളത്. ഈ കാലയളവിൽ നമ്മുടെ ഈ മജ്‌ലിസിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് അവർ ഖബറിലാണ്. അള്ളാഹു അവരുടെ ഖബറിന്റെ റാഹത്തിലാക്കി കൊടുക്കണം. അതോടൊപ്പം നമ്മെ നാം ആക്കിയ നമ്മുടെ വാപ്പമാർ, ഉമ്മമാർ, ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, വിശേഷായ മജ്‌ലിസിനെ പ്രാപ്തരാക്കിയ എൻ്റെ ഉമ്മ വാപ്പ അടക്കം ഈ സദസ്സുള്ള ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, കൽപ്പന കൊണ്ട്, സ്വലാത്ത് കൊണ്ടുള്ള ആ നിർദ്ദേശം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഈ ആയത്ത് അവതരിപ്പിച്ച മാസം കൂടിയാണ് ശഅബാൻ മാസം. ആ ശഅബാൻ മാസത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സ്വലാത്തുൻ നൂറാനിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നതാണ്. ആ തിരു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം എല്ലാ ഘട്ടങ്ങളിലും എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. പല നേതാക്കളും പല സന്ദർഭങ്ങളിൽ അനുയായികളെ മറന്നുപോയ ചരിത്രമാണ് ഉള്ളതെങ്കിൽ ഈ നേതാവിനുള്ളത് അനുയായികളെ ചേർത്ത് പിടിച്ച ചരിത്രം മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസത്തെ 27-ാം രാവിൽ ആ റജബിന്റെ സുന്ദരമായ ആ ഇസ്രാഉം മിഅ്റാജും നടന്ന പരിശുദ്ധമായ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുസവിധത്തിൽ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് എത്തിയപ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് എല്ലാം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സഹിച്ചു മുന്നോട്ട് പോയ മുത്തുനബിയെ സമാശ്വാസത്തിന്റെയും ഏറ്റവും വലിയ ചേർത്തുപിടിക്കലിന്റെയും ഏറ്റവും വലിയ ഔന്നത്യത്തിന്റെ ഉന്നതമായ പടവുകളിലേക്ക് ഉയർത്തുന്നതിന്റെയും ഭാഗമായിട്ട് ഹബീബായ തങ്ങളെ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അതാ ക്ഷണിക്കുകയും ഹബീബായ തങ്ങൾ അവിടെ എത്തിപ്പെടുകയും ചെയ്തപ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ഹബീബായ തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ടുള്ള അഭിവാദ്യം
സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അവിടുന്ന് സ്ഥലം വിടുകയാണ്. ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ തിരുഹദറത്തിലേക്ക് സഅദ് ഇബ്നു അബീ വഖാസ് വരികയാണ്. ഉമ്മ എന്ന ചിന്ത സഅദിന്റെ മനസ്സിലുണ്ടെങ്കിലും അതിലേറെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സഅദിന്റെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. മാതാവ് പട്ടിണിയുടെ വർദ്ധിയിലേക്ക് മാറുകയാണ്. നിരാഹാരമാണ്, കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അവസാനം സഅദിന്റെ ഉമ്മ ആ സഹോദരങ്ങളെ വിളിച്ചിട്ട് പറയാണ്, അമ്മാവന്മാരെ വിളിച്ചിട്ട് പറയാണ്, സഅദിനെ എനിക്കൊന്ന് കാണണം. അങ്ങനെ വില കൽപ്പിക്കുന്ന മുത്തുനബിയെ പ്രണയിക്കുന്നവർക്ക് മാത്രമേ സ്വലാത്ത് മജ്ലിസ് ഹരമാകാറുള്ളൂ. അല്ലാത്തവർക്ക് അതൊരു പഴഞ്ചനാകുന്നു. അല്ലാത്തവർക്ക് ഇതൊരു വലിയ കഥയുള്ള കാര്യമാകില്ല. നമുക്ക് തന്നെയാണ് ഇത് കഥയുള്ള കാര്യമായി മാറുന്നത്. ഇനിയിപ്പോ ഇന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പനവൂരിനടുത്താണ് എനിക്ക് പ്രസംഗം. അവിടെയും സ്വലാത്ത് വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പരിപാടികൾ സ്വലാത്ത് വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. ഈ ഫെബ്രുവരി തന്നെ എത്രയോ വേദികൾ, ഇതെല്ലാം കൂടുതലും സ്വലാത്ത് വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. എന്റെ മാത്രമല്ല, ഓരോ ദിവസങ്ങളും ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ വരുന്നവർക്ക് പ്രതിരോധം തീർക്കാൻ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് നൽകുന്ന പേര് മുഹമ്മദ് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നോ? ഓരോ സ്ഥലങ്ങളിലും ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും അമരധ്വനികൾ, അതേപോലെ വെള്ളിയാഴ്ചത്തെ ഖുതുബകൾ, മയ്യിത്ത് നിസ്കാരങ്ങൾ, അതേപോലെ ഫർദായ നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ വലത് ചെവിയിലെ ബാങ്ക് ഇഖാമത്ത് വേണ്ട. വൈവാഹിക ജീവിതത്തിലേക്ക് പാദമൂന്നുന്ന ദമ്പതികളെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വഴികൂട്ടാൻ നിക്കാഹ് എന്ന മാനദണ്ഡത്തെയും സ്വലാത്ത് റസൂലുള്ളാഹിനെ പറയാത്ത ഏത് വരിയാണ്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. നബിയേ, വമനിത്തബഅക മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന് തങ്ങളെ പിൻപറ്റുന്ന ഒരു വിഭാഗം ആളുകളും തങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ ചെറിയ ഒരു അവസ്ഥയിലേക്ക് ശബ്ദം പോലും മാറി. ആ ഉമ്മ നേർത്ത സ്വരത്തിൽ പറഞ്ഞു, മോനെ സഅദേ, ഞാൻ മരിക്കാൻ പോവുകയാണ് സഅദേ. വെള്ളം കുടിച്ചിട്ട് നാളുകളേറെയായി, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. സഅദേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഒരു ആഗ്രഹം, നീ ആ പഴയ മതത്തിലേക്കൊന്ന് കടന്നു വരുമോ സഅദേ? അല്ലാഹുവിന്റെ റസൂലിനെ പ്രണയിച്ചു പോയ സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ്. ഉമ്മാ, ഒരാത്മാവല്ല 1000 ആത്മാവുകൾ പല തവണകളിലായി നിങ്ങൾ നിന്ന് നീങ്ങിപ്പോകേണ്ടി വരുന്നതിന് ഞാൻ സാക്ഷിയായാൽ പോലും ഈ സഅദ് ഈ മതം വിട്ട് ഒഴിയുന്ന പരിപാടിയില്ല ഉമ്മാ. അതിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, സഅദേ, ഉമ്മ മരണത്തോട് മല്ലിടുകയാണ്. അവശതയുള്ള ആ സാഹചര്യത്തിൽ ഉമ്മാക്ക് നിന്നെ ഒന്ന് കാണണമെന്ന അതിയായ ആഗ്രഹമുണ്ട് സഅദേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഅദ് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ ഉമ്മ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ പോകണോ നബിയേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, സഅദേ, നീ പോകണം. ഉമ്മക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം, ഉമ്മയെ നീ പരിചരിക്കണം. എന്നാൽ ഉമ്മ ഇസ്ലാമിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആ ഉമ്മാക്ക് നീ വഴിപ്പെടേണ്ടതില്ല. അതല്ലാത്ത മുറക്ക് ഉമ്മാക്ക് വേണ്ട എല്ലാ ഭൗതിക സൗകര്യങ്ങളും ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണം.
സഅദ് ഉമ്മയുടെ അടുക്കൽ വന്നിട്ട് ഉമ്മ നോക്കുമ്പോ ഉമ്മയുടെ ശരീരമാസകലമതാ പട്ടിണി കിടന്ന കാരണം കൊണ്ട് അവശത അനുഭവിക്കുന്ന രംഗം കാണുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അസറസ്കാരാനന്തരം നമ്മുടെ സ്വലാത്ത് നൂറാനിയുടെ മജ്‌ലിസ് മാർച്ച് 1 അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തന്നെ തുടങ്ങി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സലാമൻ തഅമ്മാ على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا الله، غفورا يا الله، كريما يا الله، ودودا يا الله، لطيفا يا الله، رازقا يا الله. നിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ വിശുദ്ധമായ ഈ സമയത്ത് ശഅബാൻ മാസത്തിൽ അല്ലാഹുവേ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടുത്തെ മദ്ഹ് ഞങ്ങളാൽ കഴിയുന്ന അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് മാത്രം ഒരുമിച്ച് കൂടിയതാണല്ലാഹ്. ഈ മജ്‌ലിസ് നീ തള്ളിയാൽ പോകാൻ ഇടമില്ല അല്ലാഹ്, തരാൻ ആരുമില്ല അല്ലാഹ്. ദുആ ചെയ്യുമ്പോ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ആരോട് ചോദിക്കാനാണല്ലാഹ്? ഞങ്ങൾ നിന്റെ അടിമകളാണ്, പാവികളാണെങ്കിലും ഹബീബായ തങ്ങളുടെ ഉമ്മത്തുകളാണെന്ന പരിഗണന നൽകി ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ പെങ്ങന്മാർ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, മരുമക്കൾ, പേരമക്കൾ, അല്ലാഹ്, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, മരുമക്കൾ, അല്ലാഹ്, ഈ സ്വലാത്തു നൂറാനിയ മജ്‌ലിസിൽ സംബന്ധിച്ച സർവ്വ ആളുകൾക്കും ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും സഹായിച്ചവരുണ്ട്. വസ്തു വാങ്ങുന്നതിലേക്ക്, നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക്, ഓഡിറ്റോറിയത്തിന്റെ കാര്യങ്ങളിലേക്ക്, അങ്ങനെ ദൈനംദിന ഓരോ വിഷയങ്ങൾക്കും ഇവിടെ സഹായിച്ചവരുണ്ടല്ലോ. ഇന്നത്തെ ഭക്ഷണത്തിനടക്കം നൽകിയവരുണ്ടല്ലോ. സാധുവായ ഞാൻ പോയതിന്റെ എല്ലാ മജ്‌ലിസുകളിലും ഇതുപോലെ ഓടിയെത്തിയ ഒരുപാട് ആളുകളുണ്ടല്ലോ. പ്രവാസ ലോകത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ടല്ലോ. മദീനത്തുൽ അൻവാർ എന്ന മഹത്തായ സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് സഹായങ്ങൾ മാസവരിയായും ഭക്ഷണത്തിലേക്കും അതേപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇനിയും ഒരു വലിയ സംഖ്യ അല്ലാഹ് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ആവശ്യമായി നിൽക്കുമ്പോൾ ചെറുതും വലുതുമായ സംഭാവനകൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ നാട്ടിൽ തന്നെയും ഒരു യാത്രയും ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച് പരിചയപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഞങ്ങളെ വല്ലാതെ സ്നേഹിച്ച് ഞങ്ങളെ കാണാതെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും ഒക്കെ വല്ലാതെ സഹായങ്ങൾ നൽകിയവരുണ്ട്. അല്ലാഹ്, പോയ വേദികളിലെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ദുആ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളവരുണ്ട്. നാഥാ, നാഥാ, ഈ ഗ്രാമത്തിൽ നടന്ന ഈ പരിപാടിയിൽ പോലും ആ പങ്കെടുത്തവരെയോ സഹായിച്ചവരെയോ മറന്നിട്ടില്ല അല്ലാഹ്. നിനക്കറിയാം അല്ലാഹ്. ആരെയും ബോധ്യപ്പെടുത്താറല്ല, ഞങ്ങളോട് ഹക്ക് കൊണ്ട് ഏൽപ്പിക്കുമ്പോ ആ ഹക്ക് വീട്ടേണ്ടത് ഞങ്ങളുടെ ബാധ്യത എന്ന നിലയ്ക്ക് എല്ലാവർക്കും ഈ ദുആഇന് ഇടം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും സംഭവിച്ചു പോയ സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബുകളെ ശുദ്ധിയാക്കണേ അല്ലാഹ്. കിബ്റോ ഹസറോ റിയാओ ഉജുബോ നൽകല്ലേ അല്ലാഹ്. ഒരു ആലിമിനോടും ഒരു സയ്യിദിനോടും ഒരു സാധാരണക്കാരനോടും ഞങ്ങളുടെ ഖൽബിൽ നീ വെറുപ്പ്
سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يا سعة الفضاء الرحيم الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يا سعة الفضاء الرحيم الفسيح فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليم وقد كان بالسقم دهرا طريق تقال العسابيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يا سعة الفضاء الرحيم الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يا سعة الفضاء الرحيم الفسيح فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليم وقد كان بالسقم دهرا طريق تقال العثار سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يا سعة الفضاء الرحيم الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يا سعة الفضاء الرحيم الفسيح فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط ذاك السقيم العليم وقد كان بالسقم دهرا طريق تقال العثار നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന നമ്മളെപ്പോഴും പതിവാക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ഖതീബുമാ ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം
മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി Kerala and Karnataka, the glow of purity. فزمن قد كنت